എന്ത് പണിയാ മേശിരി കാണിക്കുന്നത്? 4-5 മാസമല്ലേ സ്റ്റഡി ടേബിൾ ഉണ്ടാക്കാൻ പൈസ മേടിച്ചോണ്ട് പോയിട്ട്. അതെ, ഞാൻ വേറെ കുറച്ച് പണിത്തിരക്കിലായി പോയി, അത് കാരണമാണ്. ഇപ്പൊ ആളെയും കാണാനല്ലേ പൈസ ഇല്ല. എന്താ പ്രശ്നം വെച്ചാല് ഞാൻ വേറൊരു അത്യാവശ്യം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മേശിരി. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഒരാഴ്ചക്കകത്ത് ഒന്നേ എന്റെ കാശ്, അല്ലെങ്കിൽ ടേബിള്, അല്ലെങ്കിൽ ഞാൻ തന്നെ കോടതിയിൽ കേട്ടോ. എന്താണ്? ഓൻ പണിക്ക് വിളിക്കാൻ വന്നാണേ. അല്ല, ഓനെന്താ ചീത്ത പറഞ്ഞു പോണ പോലെ കേട്ട്? ചീത്ത പറഞ്ഞല്ലേ, അത് അഡ്വാൻസ് വെച്ചോ എന്റെ അടുത്ത്. അഡ്വാൻസോ? ഞാൻ അഡ്വാൻസ് ഒന്നും വേണ്ടപ്പാ. വാങ്ങിയില്ലേ? അയ്യേ, കോഴിക്കോട് പണിയാനാണേ. എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് അഡ്വാൻസ് വാങ്ങാറുന്നില്ലേ? വേണ്ട അതൊന്നും ശരിയല്ല. പിന്നെ ആ അഡ്വാൻസ് വാങ്ങി വെച്ചിട്ട് പിന്നെ പണിക്ക് പോകാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓന്റെ വാലിരിക്കണ ഞാൻ കേൾക്കണം എന്ത് കാര്യത്തിന്. അത് വേണ്ടാറ്. പിന്നെ കോഴിക്കോടൊക്കെ ഏതായാലും പൊട്ടാശ്ശേരി വരെ വിളിച്ച് പഠിച്ചോളാം പറഞ്ഞു തരും. അല്ലടപ്പൊ 10 കായ് കിട്ടിയായിരുന്നല്ലോ. എന്ത് കായ് ഉണ്ടോടൊന്നും ഓനൊക്കെ എന്ന് നേരാവണ് ചാല്. ഒന്നിങ്ങോട്ട് വന്നേ. എന്തേ? വരൂ. എന്താ കാര്യം തരാ? ഇങ്ങോട്ട് വാന്ന്. എന്താണ്? ആരായിരുന്നു അത്? പരിക്കുട്ടി. ഓ, അത് പരീക്കുട്ടിയായിരുന്നു. ഏട്ടാ, അയാൾ ഏട്ടനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്താന്ന് വെച്ചാൽ കാര്യം പറ. നേരത്തെ വന്നാളല്ലേ, അത് മൂപ്പര് പണിക്ക് വിളിക്കാൻ വേണ്ടി വന്നതാണ്. എന്തിനാ ഇങ്ങനെ എന്നോട് നോണ പറയുന്നേ? കാര്യം പറയൂ. ഒന്നുമില്ല, അത് മൂപ്പര് ഒരു 8,000 രൂപ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നേ. 8,000 രൂപയോ? എന്താ 8,000 കേട്ടില്ലേ? ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെന്താണ്? നിങ്ങൾ എന്ത് ചെയ്തു? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഞാൻ പറയണ്, മൂപ്പരുടെ കുട്ടികൾക്ക് മറ്റേ ഈ പഠിക്കണ സ്റ്റഡി ടേബിൾ ഇല്ലേ, അത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. പിന്നെ മരം എടുക്കലും അത് പണിഞ്ഞു കൊടുക്കലോ ഒന്നും നടന്നില്ല ഈ പണിത്തിരക്കിന്റെ ഇടയിൽ. ഇനി ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു ഞാന്. ഓ, നിങ്ങളുടെ പണിത്തിരക്ക്. നിങ്ങളിവിടെ വെറുതെ കുത്തിരിക്കല്ലേ മനുഷ്യ? എന്നിട്ട് ആ കാശ് എന്ത് ചെയ്തു? കാശ് എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്യും കാശ്? വീട്ടിലെ ഒരാവശ്യത്തിന് വേണ്ടി ചെലവാക്കി അതന്നെ. ഈ കുപ്പി വാങ്ങിക്കാനുള്ള കാശൊക്കെ എവിടെ നിന്നായിട്ടെന്നെ? കുപ്പി വാങ്ങിക്കാനുള്ള പൈസയോ? അങ്ങനെ ഉണ്ടാവും. കാര്യം ചോദിച്ചപ്പോ നിങ്ങൾ കഥകളി കാണിക്കുകയാണ്. അപ്പൊ കഥകളി നിനക്ക് മനസ്സിലാവും. അപ്പൊ ആ പൈസ മുഴുവൻ കുടിച്ചു തീർത്തു, അതല്ലേ സത്യം? നീ ഒരു ഗ്ലാസ് കട്ടൻ ചാട്. കട്ടൻ? നിങ്ങളുടെ കട്ടൻ കാര്യം പറയട്ടാ. കാശ് മുഴുവൻ തീർത്തോ? നീ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കണം. എന്തിനാണ്? വരുന്നു. ഒന്നുമില്ല, ഞാനേ വെറുതെ ഈ വഴി പോയപ്പോ ഒന്ന് കേറിയെന്ന് മാത്രമേ ഉള്ളൂ. അതെയാ? മല്ലിക വീട്ടിലാണോ? മല്ലിയൊക്കെ വീട്ടിലുണ്ട്. ജോസേട്ടൻ ഇപ്പൊ അങ്ങോട്ട് പുറത്തേക്ക് പോയതേ ഉള്ളൂ. ഞാൻ കണ്ടു, പുറത്ത് കണ്ടു. അതെയാ? എങ്ങനെയുണ്ട് ഇപ്പൊ മറ്റേ ബ്യൂട്ടി പാർലറിന്റെ ഒക്കെ പരിപാടി? അത് കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. അതെല്ലേ? ഞാൻ ഇടയ്ക്ക് ജോസൂട്ടോട് പറയാറുണ്ടേ, അല്ല എങ്ങനെയെങ്കിലും ഏതെങ്കിലും പരിചയത്തിലൊക്കെ ഉള്ള ആളുകളൊക്കെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കണം അവൾക്ക്. ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. ഞാൻ വന്നതെന്താന്ന് വെച്ചാലേ, ഒരു ചെറിയ ഒരു പൈസയുടെ തിരിമറി വേണം. കാര്യമൊന്നുമില്ല, ഞാന് ഒരു 3-4 മാസം മുമ്പ് ഒരു ചങ്ങായി എനിക്കൊരു 8,000 ഉറുപ്പ്യ തന്നു. അപ്പോൾ കുട്ടികൾക്ക് മറ്റേ ഈ സ്റ്റഡി ടേബിൾ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടേ. അപ്പോൾ അത് മരം എടുത്തിട്ട് പണിത് കൊടുക്കാന്നായിരുന്നു കരാറ്. ഞാൻ ഈ പൈസ ആയിട്ട് വീട്ടിൽ വന്ന സമയത്ത് അളിയൻ വന്നു. നമ്മുടെ കോയമ്പത്തൂർ അളിയുണ്ടല്ലോ, സുമയ്ക്ക് എന്തോ ഒരു അത്യാവശ്യമുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് പറയുമ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ കൊടുക്കാണ്ടിരിക്കുക? അപ്പം ഞാൻ ഈ പൈസ എടുത്തിട്ട് നേരെ അളിയന് കൊടുത്തു. ഞാനിപ്പോൾ കൊടുക്കുമ്പോൾ അമ്മോടും പറഞ്ഞിട്ടില്ല, മല്ലിയുടെ അടുത്തും പറഞ്ഞിട്ടില്ല.
ആ അപ്പൊ എന്താ ഇപ്പൊ ഞാൻ അതിനൊക്കെ പിന്നെ അവരോട് സമാധാനം പറയേണ്ടി വരും. ഇപ്പൊ എന്താ വെച്ചാൽ ആ സാധനം കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പൊ എന്താ വെച്ചാൽ ഒരു 8,000 ഉറുപ്പ്യ ഒന്ന് ചെറിയൊരു തിരുമറിക്ക് കിട്ടിയ വലിയ ഉപകാരമായി. എന്റെ കയ്യിലൊരു 15,000 രൂപ ഇരിപ്പുണ്ടായിരുന്നു. എന്തിനാ 15,000 വേണ്ടാന്നേ 8 മതി. അയ്യോ അതല്ല, ആ. ഇപ്പൊ പാസ്സായിട്ട് വരുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഇച്ചാൻ എന്തോ ആവശ്യം പറഞ്ഞിട്ട് ആ പൈസ മേടിച്ചോണ്ട് പോയത്. പറ്റിച്ചു. വാസുവേട്ടന് ഒരു കുറച്ച് മുന്നേ ഒന്ന് വന്നിരുന്നെങ്കിലോ. ആ അതെല്ലേ, എന്താ ചെയ്യാനാ? അത് കുഴപ്പമില്ല, ഞാൻ വേറെ അടുത്തും നോക്കാം. എന്നാ പിന്നെ ശരി. ചായ എടുക്കട്ടെ? ചായ ഒന്നും വേണ്ട. അപ്പൊ ഇനി വേറെ ആരോടും ചോദിക്കാം. ശരി എന്നാ കേട്ടോ. മല്ലിക ഞാൻ തിരക്കിന്ന് പറഞ്ഞു. പറയാം.